കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ കൊയ്ത്തുത്സവം നടക്കുകയാണ്. ഞങ്ങളുടെ സ്കൂളിൽ തൊട്ടടുത്തായിട്ടുള്ള ഒരു വയലിലാണ് നെൽകൃഷി നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം സബ് ജില്ലയിലാണ് എന്റെ സ്കൂളായ ഗവൺമെന്റ് മോഡൽ HSS വെങ്ങാനൂർ സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ, ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ നാടൻ വേഷത്തിൽ കൊയ്ത്തിന് പോകാനായി തയ്യാറായി നിൽക്കുകയാണ്. ഞങ്ങളുടെ സ്കൂൾ ബസ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് വയലിലേക്ക് പോകാൻ. നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് കൊയ്ത്തുത്സവത്തിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി വയലിലേക്ക് പോകാം. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും വെറും 1/2 കിലോമീറ്റർ ദൂരം മാത്രമാണ് വയലിലേക്കുള്ളത്. ഈ കാണുന്നതാണ് 6 വർഷത്തിലൊരിക്കൽ പറഞ്ഞേറ്റ് നടക്കുന്ന നീലകേശി അമ്പലം. ഈ ക്ഷേത്രത്തിനോട് തൊട്ടടുത്താണ് ഞങ്ങൾ പാട്ടത്തിനെടുത്തിരിക്കുന്ന വയലുള്ളത്. ഞങ്ങളുടെ സ്കൂളിലെ SPCയിലെയും JRCയിലെയും കുട്ടികൾ വിശിഷ്ട അതിഥികളെ സ്വീകരിക്കാനായി തയ്യാറായി നിൽക്കുകയാണ്. ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യാനായി കേന്ദ്രമന്ത്രിയാണ് എത്തുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ഇതൊന്നുമല്ല, സിനിമയിലൂടെ മാത്രം കണ്ടുവരുന്ന സുരേഷ് ഗോപിയെ ഒന്ന് നേരിൽ കാണാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ നിൽക്കുന്നത്. കോളം MLA M വിൻസെന്റ്, വാർഡ് കൗൺസിലർ സിന്ധു വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയ ആന്റി തുടങ്ങിയവരെല്ലാം ഈ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്കൂളിലെ തന്നെ ചെണ്ടമേളത്തിലെ ചേട്ടന്മാരാണ്. ഇവരാണ് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സ്കൂളിലെ ചെണ്ടമേളത്തിന് സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ സമ്മാനങ്ങൾ വാങ്ങിത്തരുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഭഗത് അങ്കിളും DOയും എല്ലാവരും മന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇതാ മലയാളത്തിലെ സൂപ്പർ ഹീറോ ആയ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. SPC കേഡറ്റ്സ് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ വയല്. ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം അവിടെ കൊയ്ത്തുപാട്ടുമായി റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങളുടെ സ്കൂളിലെ കൊയ്ത്തുത്സവം അദ്ദേഹം നെല്ല് കൊയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണം കൂടെ വെട്ടിയിട്ട്
ഈ നെൽകൃഷി വിജയിപ്പിച്ചത് ഇവിടുത്തെ മുതിർന്ന കർഷകരാണ്. അദ്ദേഹത്തെയും സുരേഷ് ഗോപി പൊന്നാട അണിയിച്ച് ആദരിച്ചു. കുട്ടികളായ ഞങ്ങളോട് കുശലം പറഞ്ഞു ഫോട്ടോയും ഒക്കെ എടുത്തതിനു ശേഷം കുറെ സമയം ചിലവഴിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ചുപോയത്. കൊയ്ത്തുത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ തിരിച്ചു പോവുകയാണ്. കൊയ്ത്തുത്സവത്തിനു ശേഷം കുട്ടികളുടെ കൊയ്ത്തുപാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിനു ശേഷമാണ് നാട്ടുകാരും രക്ഷിതാക്കളും ഒക്കെ തിരിച്ചുപോയത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.